ഇന്ത്യയെ നടുക്കിയ ഭീകരാക്രമണത്തിന് ശേഷം കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറായി. മാത്രമല്ല ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറം കടുത്ത കാർക്കശ്യം നിറഞ്ഞ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ തന്നെ ഈ ആഘാതം പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിന്ധു നദീതട ജലകരാർ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കേന്ദ്രം പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ സർക്കാർ ഇനിയും കൂടുതൽ കർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. അതേസമയം പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കി 100-ലേറെ ആളുകളെ ജമ്മുകശ്മീർ പോലീസ് ചോദ്യം ചെയ്തുവെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രദേശവാസികളിൽ നിന്നും കുതിരസവാരിക്കാരിൽ നിന്നും വിവരങ്ങൾ തേടിയതായി റിപ്പോർട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സർവകക്ഷി യോഗം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇന്ന് യോഗം വിളിച്ചു കഴിഞ്ഞു. ഇന്ത്യ നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ച് പാകിസ്ഥാൻ പഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ബൽറാം. അവിടെ നല്ലൊരു പ്രഭാതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് നമ്മുടെ സൈന്യം എന്ന് മനസ്സിലാക്കുന്നു. ഒളിത്താവളങ്ങൾ സൈന്യം വളഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ അത്ര ശുഭകരമല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ മനോഹരമായ ഈ പെഹൽഗാമിലെ ബൈസരൻ വാലി താഴ്വരയിൽ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ആക്രമണം നടന്ന ബൈസരൻ വാലി താഴ്വരയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മനോഹരമായ താഴ്വരയുടെ ദൃശ്യങ്ങൾ. ഇവിടെയാണ് ആ ഭീകരർ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ ആക്രമണം നടത്തിയത്. നിഷ്കളങ്കരായ മനുഷ്യർക്ക് നേരെ ഈ ആക്രമണം നടന്ന ത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഈ മേഖലയിൽ എല്ലാം തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തേക്ക് ഒന്നും തന്നെ മാധ്യമപ്രവർത്തകരെയോ പുറമേ നിന്നുള്ള ആളുകളെയോ പ്രവേശിപ്പിച്ചിരുന്നില്ല. കർശനമായ സുരക്ഷാ പരിശോധനകൾ ഇന്നുമുണ്ട്. പോലീസിന്റെയും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും CRPFന്റെയും പരിശോധനകൾ ഈ പാതയിൽ ഉടനീളമുണ്ട്. ശ്രീനഗർ മുതൽ ഈ ബൈസരൻ വലിയുള്ള പ്രദേശത്തെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും ഈ തെരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. ഒപ്പം തന്നെ സമാനമായി ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരം നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാം തന്നെ തെരച്ചിൽ തുടരുകയാണ്. ഈ ഭീകരാക്രമണ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ജമ്മുകശ്മീർ പോലീസ് ഒരു ദിവസത്തിനകം തന്നെ 100-ലേറെ പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായും ഈ പ്രദേശവാസികളെ, ഈ കുതിര സവാരിക്കാരെ എന്നിവരെയാണ് പോലീസ് മൊഴി എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾ മുൻപ് ഈ പ്രദേശം സന്ദർശിച്ച് സാഹചര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അത്രത്തോളം ഈ പ്രദേശത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം നടത്താൻ കഴിയുക എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ സംശയാസ്പദമായ രീതിയിൽ സന്ദർശിക്കുന്നത് കണ്ടിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇവരോട് ഉന്നയിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ അക്രമികളുടെ രേഖാചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസ് ഏജൻസികളും പുറത്തുവിട്ടിരുന്നു. ഈ ചിത്രങ്ങൾ തയ്യാറാക്കിയത് അടക്കം ഇത്തരത്തിൽ നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ആക്രമണത്തിന് ഇരയായ ആളുകൾക്കൊപ്പം തന്നെ നാട്ടുകാരിൽ നിന്നുള്ള വിവരങ്ങളും ഇതിൽ പ്രധാനമായിട്ടുണ്ട്. ഈ ആളുകളെ ഈ പ്രദേശങ്ങളിൽ ആക്രമണത്തിന് ശേഷം അവർ ഒളിച്ചിരിക്കുന്നു ഈ മേഖലയിൽ തന്നെ എന്ന് കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവരെ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടവരുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇന്നും കൂടുതലായി ആളുകളിൽ നിന്നും മൊഴി പോലീസ് രേഖപ്പെടുത്തും. പ്രധാനമായും ഭീകരർ ആക്രമണം നടത്തിയ ശേഷം ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ബൈസരൻ വാലി പ്രദേശത്തിന്റെ ഭാഗമായ പ്രദേശത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയെല്ലാം തന്നെ പൈൻ മരക്കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനമേഖലയാണ്. ഈ വനമേഖലയിൽ ഒരു ഒളിത്താവളത്തിൽ ഈ ഭീകരർ കഴിയുന്നുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണ് പോലീസിന് ഉള്ളത്. കാരണം ഈ ആക്രമണം സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ഭീകരവാദികൾ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന വഴികളിൽ എല്ലാം തന്നെ സുരക്ഷാ സേനയെ ജാഗ്രതാ നിർദ്ദേശം നൽകി അലർട്ട് ചെയ്തിരുന്നു. അവർ സേനാ വിന്യാസം നടത്തിയിരുന്നു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ ഭീകരവാദികൾക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. വനമേഖലയിലുള്ളിൽ തന്നെ അവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണ് പോലീസ് ഉള്ളത്. ഇതനുസരിച്ചാണ് തെരച്ചിൽ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞ ഈ പൈൻമര കാടുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു ഒളിത്താവളം സാധാരണ നിലയിൽ ജമ്മു കശ്മീരിലെ ഭീകരവാദികൾ സങ്കേതങ്ങളായി ഉപയോഗിക്കാറുള്ളത് മലമുകളിൽ ഉള്ള വളരെ ദൂരെ നിന്ന് പോലും സൈനിക നീക്കമോ പോലീസിന്റെ നീക്കമോ കാണാവുന്ന തരത്തിലുള്ള താവളങ്ങളാണ് ഒളിത്താവളങ്ങളായി തെരഞ്ഞെടുക്കാറുള്ളത്. സമാനമായ ഒരു ഒളിത്താവളത്തിൽ ഈ ഭീകരർ ഉണ്ട് എന്ന് കണക്കാക്കുന്നു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ പഹൽഗാം മേഖലയിലെ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നതിന് സമാന്തരമായി തന്നെ ഇന്നലെ കുൽഗാം അടക്കം 3 ഇടങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിൽ 2 ഭീകരവാദികളെ വധിച്ചിട്ടുണ്ട്. കുൽഗാമിൽ TRF കമാൻഡർ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ഏറ്റുമുട്ടൽ അല്പസമയം നീണ്ടുനിന്നു. തുടർന്ന് ഭീകരവാദികൾ ഒളിത്താവളത്തിലേക്ക് മാറുകയായിരുന്നു. ഈ കമാൻഡർ അടക്കം 3 ഭീകരവാദികൾ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്നലെ ഏതാണ്ട് 10 മണിയോളം ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോയി. പിന്നീട് രാത്രിയായതോടെ ഓപ്പറേഷൻ തൽക്കാലമായി നിർത്തിവെക്കുകയായിരുന്നു. രാവിലെ പുനരാരംഭിച്ചു ഈ ഓപ്പറേഷൻ. അതേസമയം സൈന്യം അവിടെ തന്നെ തുടരുകയാണ്. ഈ ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ സൈന്യം ഈ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് ഈ സംസ്ഥാനത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ആഘാതം, ഒപ്പം തന്നെ സുരക്ഷാ സാഹചര്യങ്ങൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനാണ്. ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം എന്നുള്ളത് അവരുടെ സാമ്പത്തികമായ നട്ടലിനെ തന്നെ തകർക്കുന്നതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായ ടൂറിസത്തെ തകർക്കുന്ന രീതിയിലാണ് ടൂറിസം സീസൺ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഈ ആക്രമണം എന്നുള്ളത്. ഈ ഒരു 4-4.5 മാസത്തെ വരുമാനമാണ് ഈ മേഖലയിലെ പഹൽഗാം മേഖലയിൽ പ്രത്യേകിച്ച് ഏതാണ്ട് 5 മാസത്തോളം മാത്രമാണ് അവർക്ക് സീസണായി കണക്കാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് എത്തുന്ന ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് അവർക്ക് ഒരു വർഷം ജീവിക്കാനുള്ള ഉപജീവന മാർഗം. അത് നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായയെ തകർക്കുന്നു. വിനോദസഞ്ചാര മേഖല മുഴുവനായും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിരവധി ബുക്കിംഗുകൾ ക്യാൻസൽ ആയിരിക്കുന്നു കഴിഞ്ഞ 48 മണിക്കൂറുകളിൽ. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്യുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ആവശ്യമായ നടപടികൾ, നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സർവകക്ഷി യോഗത്തിന്റെ അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ സർവകക്ഷി യോഗത്തിനായി സംസ്ഥാനത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും കത്തയച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടായിരിക്കും ഈ യോഗം ചേരുക. ഒപ്പം തന്നെ ഇന്ന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ഇന്നൊരു സുരക്ഷാ അവലോകന യോഗവും ചേരുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ആ യോഗത്തിന്റെ അജണ്ട. ഒന്ന്, നിലവിലുള്ള സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, അന്വേഷണം, ഒപ്പം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് എന്നുള്ളത് ഈ ഭീകരർക്ക് നൽകുന്ന തിരിച്ചടി, ഭീകരവിരുദ്ധ ഓപ്പറേഷൻ എന്നിവയാണ്. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന തന്ത്രം അത് ഈ ഗ്രൗണ്ട് സീറോയിൽ നടപ്പാക്കുക എന്നുള്ളത് ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണർ തന്നെയാണ് നേതൃത്വത്തിൽ ചേരുന്ന ഈ യോഗത്തിലായിരിക്കും പ്രധാനമായും ഈ തുടർ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഇന്റലിജൻസ് മേധാവികൾ, ജമ്മു കശ്മീർ പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് ഈ യോഗം. കഴിഞ്ഞ ദിവസവും ഒരു അവലോകന യോഗം ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ ഇന്ത്യ സ്വീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ തുടർന്ന് എന്തെല്ലാം ജാഗ്രത സ്വീകരിക്കേണ്ടതുണ്ട്, തുടർന്ന് ഈ ഭീകരവിരുദ്ധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ താഴ്വരയിൽ ഇപ്പോഴും തുടരുന്നു. ഈ താഴ്വര കനത്ത ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്. SKN. താങ്ക് യു. പഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങടി ചേരുകയായിരുന്നു. നമ്മുടെ വാർത്താ സംഘം പഹൽഗാമിൽ തുടരുകയാണ്.